കൊച്ചി ധനുഷ്കോടി ദേശീയപാത 85 റോഡിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ സംബന്ധിച്ച് ഉയർന്നുവന്ന തർക്കങ്ങൾ വിലയിരുത്തുന്നതിനും പരിഹരിക്കുന്നതിനുമായി അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് എംപിയുടെ നേതൃത്വത്തിൽ അടിമാലി ഗ്രാമപഞ്ചായത്ത് ഹാളിൽ അവലോകന യോഗം ചേർന്നു. നേര്യമംഗലം മുതൽ വാളറ വരെയും ശേഷം മൂന്നാർ വരെയുമുള്ള വികസനത്തിലെ ആളുകളുടെയും മറ്റു പ്രസ്ഥാനങ്ങളുടെയും തർക്കങ്ങൾ പരിഹരിക്കുമെന്ന് ദേശീയപാത ഡയറക്ടർ ഉറപ്പു നൽകിയതായി എംപി പറഞ്ഞു. ഉദ്യോഗസ്ഥ തലത്തിലും സർക്കാർ തലത്തിലും പരാതി പരിഹരിക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കുമെന്നും എംപി ഉറപ്പു നൽകി. കൊച്ചി മൂന്നാർ ദേശീയപാത 85 റോഡിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ സംബന്ധിച്ച് ഉയർന്നുവന്ന തർക്കങ്ങൾ വിലയിരുത്തുന്നതിനും പരിഹരിക്കുന്നതിനുമായി അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് എംപിയുടെ നേതൃത്വത്തിൽ അടിമാലി ഗ്രാമപഞ്ചായത്ത് ഹാളിലാണ് അവലോകന യോഗം ചേർന്നത്. അവലോകന യോഗത്തിൽ ദേശീയപാത വിഭാഗം അധികൃതരടക്കം പങ്കെടുത്തു. കൊച്ചി മൂന്നാർ ദേശീയപാത 85 നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുമ്പോൾ ആളുകളുടെ കുടിവെള്ള പ്രശ്നം, പട്ടയ പ്രശ്നം, ചുറ്റുമതിൽ തുടങ്ങിയ വിഷയങ്ങളിൽ പരാതികൾ ഉയർന്നിരുന്നു. ആളുകളുടെയും മറ്റു പ്രസ്ഥാനങ്ങളുടെയും പരാതികൾ ഉയർന്നുവന്ന സാഹചര്യത്തിലാണ് ഇവ വിലയിരുത്തുന്നതിനും പരിഹരിക്കുന്നതിനുമായി എംപിയുടെ നേതൃത്വത്തിൽ അവലോകന യോഗം ചേർന്നത്. നേര്യമംഗലം മുതൽ വാളറ വരെയും ശേഷം മൂന്നാർ വരെയുമുള്ള വികസനത്തിലെ ആളുകളുടെയും മറ്റ് പ്രസ്ഥാനങ്ങളുടെയും തർക്കങ്ങൾ പരിഹരിക്കുമെന്ന് ദേശീയപാത ഡയറക്ടർ ഉറപ്പു നൽകിയതായി എംപി പറഞ്ഞു. ദേശീയപാത വികസനവുമായി ബന്ധപ്പെട്ട ഒരു വിലയിരുത്തൽ യോഗമാണ് നടത്തിയത്. ദേശീയപാതയുടെ ഉദ്യോഗസ്ഥന്മാർ യോഗത്തിൽ പങ്കെടുത്തു. അടിമാലിയുമായി ബന്ധപ്പെട്ട് 2 ദേശീയപാതയാണുള്ളത്, എല്ലാവർക്കും അറിയാം. ഒന്ന് നമ്മുടെ കൊച്ചി മൂന്നാർ ദേശീയപാത NH85, അത് നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യയാണ് അതിൻ്റെ നിർമ്മാണം. അത് പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നേര്യമംഗലം മുതൽ വാളറ വരെയും വാളറയ്ക്ക് ശേഷം മൂന്നാർ വരെയുമുള്ള ആ ഒരു വികസന പ്രവർത്തനം അതിൻ്റേതായ തരത്തിലുള്ള പല പ്രതിസന്ധികളും പ്രയാസങ്ങളും ഒക്കെ കടന്ന് ഏതാണ്ട് ഒരു അവസാന ഘട്ടത്തിലേക്ക് എത്തുന്ന ഒരു സ്ഥിതിയാണ് നിലവിലുള്ളത്. അപ്പോൾ അത് സംബന്ധിച്ച് പല പരാതികളും നിർമ്മാണ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് നാട്ടുകാരുടെ ഭാഗത്തു നിന്നും അതുപോലെ വിവിധ പ്രസ്ഥാനങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. അതൊക്കെ കേൾക്കുകയും ചർച്ച ചെയ്യുകയും അമിക്കബിളായിട്ടുള്ള ഒരു സെറ്റിൽമെൻറ്റ് പല രീതിയിൽ ഉദ്യോഗസ്ഥ തലത്തിലും ഗവൺമെൻറ് തലത്തിലുമൊക്കെ പരിഹരിക്കേണ്ടത് അതിൻ്റേതായ നിലയിലുള്ള കാര്യങ്ങൾ വിലയിരുത്തിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരുടെയും സഹകരണം ആ കാര്യത്തിൽ ഉറപ്പുവരുത്തി. എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഉണ്ടായിരുന്നു, അതുപോലെ ജനപ്രതിനിധികളുണ്ടായിരുന്നു. കാര്യങ്ങളെല്ലാം എല്ലാവർക്കും ബോധ്യപ്പെട്ടിട്ടുണ്ട്. നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ഈ പ്രോജക്റ്റ് കംപ്ലീറ്റ് ചെയ്യണമെന്നുള്ളതാണ് അത് സംബന്ധിച്ച് പറയാനുള്ളത്. ഇനിയിപ്പോൾ അധിക സമയമില്ലാതെ ഈ ഒരു സീസണിൽ തന്നെ നിർണായകമായ ഒരു പുരോഗതി കൈവരിക്കാൻ കഴിയും എന്നുള്ള ഒരു ആത്മവിശ്വാസമാണുള്ളത്. ഉദ്യോഗസ്ഥ തലത്തിലും സർക്കാർ തലത്തിലും പരാതി പരിഹരിക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കുമെന്നും എംപി ഉറപ്പു നൽകി. കൂടാതെ നേര്യമംഗലം പാലത്തിന്റെ നിർമ്മാണ ജോലികൾ പുരോഗമിക്കുന്നതായും നേര്യമംഗലം ഭാഗത്തെ ഭൂമി ഏറ്റെടുക്കൽ അടക്കമുള്ള പ്രവർത്തനങ്ങൾ നടക്കുന്നതായും എംപി പറഞ്ഞു. അടിമാലി ഗ്രാമപഞ്ചായത്ത് ഹാളിൽ കൂടിയ അവലോകന യോഗത്തിൽ ദേശീയപാത അധികൃതർ, ദേശീയപാത സംരക്ഷണ സമിതി ഭാരവാഹികൾ, പഞ്ചായത്ത് ജനപ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, അടിമാലി.